ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞായറാഴ്ച രാവിലെയാണേ. എൻ്റെ കുളിയൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നൊരു പാല് കാച്ചും കല്യാണവും ഒക്കെ ഉണ്ടായത് കാരണം ഡിന്നറൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ഇത് ഞാൻ തലേന്നേ പരത്തി വെച്ച ചപ്പാത്തിയാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റ് ആവുമെന്നറിയാം. അത് കണക്ക് തന്നെ മോൾക്ക് 7:30 ട്യൂഷന് പോകണം കേട്ടോ. ഇനി ചടപടേന്ന് കാര്യങ്ങൾ നീക്കിയാൽ പെട്ടെന്ന് തന്നെ കറിയും ചപ്പാത്തിയും ഒക്കെ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ അടിയിൽ നിന്ന് ഞാൻ ഉരുളക്കിഴങ്ങും സവാള എടുക്കാനാണ് പോയത്. അതിനകത്താണ് ഞാൻ ഉരുളക്കിഴങ്ങ് സവാളയൊക്കെ ഇടാറുള്ളത് കേട്ടോ. അപ്പോഴേ ഇനി നമുക്ക് കട്ടിംഗ് ബോർഡൊക്കെ എടുത്തുകൊണ്ട് വന്ന് ആ വെജിറ്റബിളെല്ലാം ഒന്ന് ഞുറുക്കിയെടുക്കാം. അതിനു മുമ്പാണെങ്കിൽ ഇതെല്ലാം തൊലി കളഞ്ഞ് ഞാൻ ഇച്ചിരി നേരം ഒന്ന് ഉപ്പ് വെള്ളത്തിലും മഞ്ഞൾപ്പൊടി വെള്ളത്തിലും ഒക്കെ ഒന്ന് ഇട്ട് വെക്കാം കേട്ടോ. ചിലപ്പോഴേ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാറുള്ളൂ, സാധാരണ ഉപ്പ് വെള്ളത്തിലങ്ങ് ഇട്ട് വെക്കത്തേ ഉള്ളൂ. അപ്പോൾ ആ ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം ഞാൻ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റായേ. ഇനിയിപ്പം ഞാനതൊന്ന് സമയമില്ലാത്തത് കാരണം പെട്ടെന്ന് തന്നെ എല്ലാം അങ്ങ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചേ. ഇഞ്ചിയും വെളുത്തുള്ളി എനിക്ക് അരിയുന്നത് പണ്ടേ ഇഷ്ടമല്ല. അത് കാരണം ഞാൻ അതെല്ലാം ഇടികല്ല് വെച്ച് ചതച്ച് അങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, തക്കാളി, ഇച്ചിരി ഒരു കോളിഫ്ലവർ ഉണ്ടായിരുന്നു, അതും എല്ലാം കൂടെ ചേർത്ത് ഞാനൊരു വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗ്രീൻ പീസ് സാധാരണ വെള്ളത്തിൽ ഇടുന്നതാണ്. വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ ഞാൻ ഇന്നലെ ഇടാൻ മറന്നുപോയി കേട്ടോ. എനിക്ക് ഇച്ചിരി വയ്യായ്ക ഉണ്ടായിരുന്നു, അത് കാരണം ഇടാൻ മറന്നുപോയി. അങ്ങനെ പിന്നെ ഞാൻ വെജിറ്റബിൾ എല്ലാം വെച്ച് അങ്ങ് കറിയാക്കാമെന്ന് വിചാരിച്ച് എല്ലാ വെജിറ്റബിളും വാട്ടിയിട്ട് അതിനകത്തോട്ട് പൊടികളൊക്കെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ എന്താ ഇട്ടത്, ചിക്കൻ മസാലയാണെന്ന് തോന്നുന്നു കേട്ടോ. അതും ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എല്ലാം ഇടാം കേട്ടോ. അതെല്ലാം ഇട്ട് നമുക്ക് 2 വിസിലേൽപ്പിക്കാം. ഇനി ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനകത്ത് 5-6 അണ്ടിപ്പരിപ്പും ഇച്ചിരി തേങ്ങയും പെരുംജീരകവും ഏലക്കായും കൂടി ഇട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് കറിക്കകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റട്ടെ. ആ സമയത്ത് നമുക്കിനി ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. സമയം ഒരുപാടായിട്ടുണ്ട്, മോൾക്ക് പോകാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താലേ അവൾക്ക് കാപ്പി കൊടുത്തുവിടാൻ പറ്റത്തുള്ളേ. അവസാനം നമുക്ക് ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് ആ കറി അങ്ങ് ഫിനിഷ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കേ ഇന്നലെ ഞാൻ പരത്തി വെച്ചതെന്ന് പറഞ്ഞില്ല, ഞായറാഴ്ച ആകുമ്പോൾ നമ്മൾ ഇച്ചിരി ലേറ്റായിട്ടായിരിക്കും ഉറക്കം എണീക്കുന്നത് കേട്ടോ. അത് കാരണമാണ് ഞാൻ തലേന്നേ ചപ്പാത്തിയൊക്കെ പരത്തി. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എന്നും അങ്ങനെയാണ്, ഞാൻ തലേന്നേ പരത്തി അങ്ങ് വെക്കും. അതുകൊണ്ട് നമുക്ക് എളുപ്പം പണികളൊക്കെ കഴിയും കേട്ടോ. നമുക്ക് ചപ്പാത്തിയും കുറുമക്കറിയാണേ. അപ്പം പെട്ടെന്ന് ചപ്പാത്തി ചുട്ടെടുക്കട്ടെ ഞാൻ. നന്നായിട്ട് പൊന്തിയൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.